AR3 വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചക്കപ്പായസം ഉണ്ടാക്കാനായിട്ട് അടിപൊളി ചക്ക ഉണ്ട് കേട്ടിട്ട് അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇനി ഈ ചക്ക മുറിച്ചത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് നമ്മൾ രണ്ടാം പാല് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചക്കയെല്ലാം ഈ രണ്ടാം പാലിൽ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഈ വേകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തത് പുട്ടുപൊടിയാണ്. ഇതിനകത്തേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്ക നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരിപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കണം, അല്ലെങ്കിൽ അരിപ്പൊടി കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2.5 കഷ്ണം വെല്ലാണ്. ഇതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇത് നേരെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് ഉരുക്കിക്കഴിഞ്ഞാൽ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ നമ്മുടെ ചക്കപ്പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിന് നന്നായിട്ടൊന്ന് തിളയൊക്കെ വരട്ടെ. തിളയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1-ാം പാലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ 1-ാം പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് തിളയൊക്കെ വരുന്നേരം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പശുവിൻ നെയ്യിൽ 2 സാധനം വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് പശുവിൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നേരം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി ചേർക്കുന്നുണ്ട്. കിസ്മിസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്കായ്പ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ പായസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.